മൂത്രത്തിൽ നിന്ന് വൈദ്യുതി. പാലക്കാട് IIT ആണ് ഈ ആശയത്തിന് പിന്നിൽ. വൈദ്യുതിക്ക് പുറമെ ജൈവവളവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് IITയിലെ ഗവേഷക സംഘം പറയുന്നത്. കാറ്റ്, വെള്ളം, സൂര്യപ്രകാശം എന്നിവയിൽ നിന്ന് മാത്രമല്ല മൂത്രത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പാലക്കാട് IIT. നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ആ നൂതന ആശയം, ആ നൂതന കണ്ടുപിടുത്തമെന്ന്. മഗ്നീഷ്യം എയർ ഫ്യൂൽ സെൽ ഉപയോഗിച്ച ഉറവിടത്തിൽ നിന്ന് വേർതിരിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം. IIT അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീണ ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ഒരേ സമയം വൈദ്യുതിയും ജൈവവളവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകും. 5 ലിറ്റർ മൂത്രത്തിൽ നിന്ന് 500 മില്ലി വാട്ട് വൈദ്യുതിയും ഓരോ 48 മണിക്കൂറിലും 10 ഗ്രാം വളവും ഉൽപ്പാദിപ്പിക്കാനാകുമെന്നതാണ് കണ്ടെത്തൽ. ഈ വൈദ്യുതി ഉപയോഗിച്ച് LED ലാമ്പുകൾ പ്രകാശിപ്പിക്കാനും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും കഴിയും. അപ്പോൾ ഞങ്ങൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം എങ്ങനെ യൂറിനെ ശുദ്ധീകരിക്കാം, എങ്ങനെ നമുക്ക് ഫെർട്ടിലൈസർ ഉൽപ്പാദിപ്പിക്കപ്പെടാം, സോളിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടാം, അങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ആഡഡ് ബെനിഫിറ്റ് ഈ ഒരു ടെക്നോളജി വെച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് LED ലാംപ്സ് വർക്ക് ചെയ്യിക്കാനും പറ്റും. അപ്പം ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആണ്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് മൂലമാണ് നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. വിസർജ്യവുമായി കലരാത്ത മൂത്രത്തിൽ നിന്ന് മാത്രമേ ഉൽപാദനം സാധ്യമാകൂ. ഗോമൂത്രത്തിലേതുപോലെ മനുഷ്യമൂത്രത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദനം സാധ്യമാണെന്ന് ഗവേഷക സംഘം പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ സയൻസ് ഫോർ ഇക്വിറ്റി എംപവർമെന്റ് വിഭാഗം പദ്ധതിക്ക് വേണ്ട ധനസഹായം നൽകുമെന്ന് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ടെക്നോളജി റെഡിനെസ് ലെവൽ 4ൽ നിൽക്കുന്ന സാങ്കേതിക വിദ്യയെ പ്രാവർത്തികമാക്കാവുന്ന ടെക്നോളജിയായും പരിഗണിച്ചിട്ടുണ്ട്. 24 പാലക്കാട്.